മോർണിംഗ് ഗൈസ്, ഇന്ന് നമുക്ക് വഴുതനങ്ങ ഉപ്പേരി ഉണ്ടാക്കാം. അപ്പോൾ വഴുതനങ്ങ തോരൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ രണ്ട് കഴുകി നല്ല വൃത്തിയാക്കി നല്ല കുട്ടപ്പന്മാരായിട്ടുള്ള നമ്മുടെ വഴുതനങ്ങയെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല മൂർച്ചയുള്ള പഴമുറിച്ച മുറിയാത്തൊരു കത്തിയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്കിതിനെ ഉപ്പേരി ഉണ്ടാക്കുന്നതിനെ നോക്കാം. ഓക്കെ, ഇങ്ങനെ അതിനെ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ അവിയലിനെ എങ്ങനെ നുറുക്കുമോ അതുപോലെ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ആ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ ചെണ്ടകളാക്കി മാറ്റിയിട്ടുണ്ട്, ചെറിയ ചെണ്ടകളാക്കി. ഈ ചെണ്ടകളെ നമ്മൾ അവിയൽ നുറുക്കുന്നത് പോലെ ഓരോ പീസുകളായിട്ട് മാറ്റാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ അവിയലിൻ്റെ പാകത്തിന് ഉണ്ടാക്കുന്നത് പോലെ തന്നെ വഴുതനങ്ങനെ നമ്മൾ പാകത്തിന് മുറിച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇനി എങ്ങനെ ഉണ്ടാക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ അതിനെ അടുപ്പ് കത്തിച്ചിരിക്കുക, ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കുന്നു. അതിൽ വെള്ളം നന്നായിട്ട് വലിഞ്ഞ് കഴിയുമ്പോൾ അത് നല്ല രീതിക്ക് തന്നെ ചട്ടിയുടെ വെള്ളം നന്നായിട്ട് വറ്റണം. ആദ്യമേ തന്നെ വെളിച്ചെണ്ണ ഒരിക്കലും ഒഴിക്കരുത് ഗൈസ്. വെളിച്ചെണ്ണയ്ക്ക് തീ പിടിക്കുന്ന വില പോലെ ആയതുകൊണ്ട് മാത്രമല്ല നമ്മൾ വെളിച്ചെണ്ണ ഇതിനകത്ത് ഈ ഉപ്പേരിക്ക്, അതായത് വഴുതനങ്ങ നമ്മൾ അവിയൽ പോലെ തന്നെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. തൊട്ടാതെ ഒന്നൊന്നോട് തൊടാതെ എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും ആരും വഴക്കിടാതെ തെമ്മിത്തരാതെ തൊടാതെ എങ്ങനെ ഉണ്ടാക്കാം എന്നൊക്കെ. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അവിയലിൻ്റെ പാത്രം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ വഴുതനങ്ങ നമ്മൾ അതിനകത്തേക്ക് ഇടുക ഗൈസ്. എന്നിട്ട് എന്ത് ചെയ്യണം, ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് ഇളക്കണം. അതായത് ഇതിൻ്റെ ആ ജലാംശം, നിങ്ങൾക്കറിയാം എല്ലാ പച്ചക്കറികളിലും ജലാംശം ഉണ്ടാവും. അപ്പോൾ ആ ജലാംശം ഒന്ന് മാറിക്കിട്ടുന്നവരേക്കും ഇതിനെ നമ്മുടെ അവിയൽ കൂട്ടന്മാർ ഒരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിനകത്ത് ആദ്യം ഉപ്പല്ല ഇടുന്നത്. അപ്പോൾ നമ്മളിതിനകത്ത് എന്താ ചെയ്യുക, ആദ്യം നിങ്ങൾക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇടുക. പിന്നെ നിങ്ങൾക്ക് എന്തെല്ലാം പൊടികൾ വേണമോ ആ പൊടികളെല്ലാം, മസാലപ്പൊടി ഉൾപ്പെടെ എന്തെല്ലാം പൊടികളാണ് വേണ്ടത് അതെല്ലാം ഇടുക. എന്നിട്ട് ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യുക, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഓക്കെ, എരിവ് വേണ്ടവർക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർക്കാം. വെളിച്ചെണ്ണ നമ്മൾ അവസാനമാണ് ഉപയോഗിക്കുന്നത് ഗൈസ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എണ്ണയ്ക്കൊക്കെ നല്ല തീ പിടിച്ച വിലയായതുകൊണ്ട് തന്നെ ലേശം ഒഴിക്കാവുന്ന പ്രത്യേകം പറഞ്ഞുകൊണ്ട് ലേശം വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനുശേഷം ഒഴിച്ചതിന് ശേഷം വീണ്ടും ഇളക്കുക. വെളിച്ചെണ്ണയ്ക്കൊക്കെ വില കൂടുതലായതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, അതിനുശേഷം വീണ്ടും ഇളക്കുക. ഓക്കെ, നമ്മുടെ വഴുതനങ്ങ തോരൻ, അതായത് ഒന്നും അങ്ങോട്ട് തൊടാതെയുള്ള വഴുതനങ്ങ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം വേണമെങ്കിൽ ആവിയിൽ കുറച്ച് നേരം ചെറിയ ഫ്ലെയിമിലിട്ട് വേണമെങ്കിൽ നമുക്ക് അടച്ച് വെച്ചും കൂടി വേണമെങ്കിൽ കുറച്ച് നേരം വെച്ചാൽ ഒന്നും കൂടെ ഒന്ന് വാടി കിട്ടും. അപ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുന്നതായിരിക്കും ഗൈസ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ.